അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സുലാസി മുജറദിനെ കുറിച്ചും സുലാസി മസീദ് ഫിയെ കുറിച്ചും റുബായി മുജറദിനെ കുറിച്ചും റുബായി മസീദ് ഫിയെ കുറിച്ചും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹംസത്തുൽ വസ്ലി വൽ ഖത്ഇ. ഹംസത്തുൽ വസ്ലി, വസ്ലിന്റെ ഹംസ, പിന്നെ വൽ ഖത്ഇന്റെ. അപ്പോൾ ഹംസത്തെ രണ്ട് ഹംസകൾ ഏതൊക്കെയാണത്? വസ്ലിന്റെയും ഖത്ഇന്റെയും രണ്ട് ഹംസകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? ഹംസത്തുൽ വസ്ലി വൽ ഖത്ഇ, ഖത്ഇന്റെയും വസ്ലിന്റെയും രണ്ട് ഹംസകളെ കുറിച്ച്. ഓക്കേ, അപ്പൊ നമുക്ക് ഹംസത്തുൽ വസ്ലി ഹംസത്തുൽ ഖത്ഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിക്കാം. മനസ്സിലായോ? അല്ലാതെ ഹംസത്തുൽ വസ്ലും ഖത്ഉം തിരിയാതെ അത് എവിടെയൊക്കെയാണ് വരുന്നത് പറഞ്ഞാൽ തീയിലാണ്. അപ്പൊ ആദ്യം നമുക്ക് ഹംസത്തുൽ വസ്ലിനെ കുറിച്ചും ഹംസത്തുൽ ഖത്ഇനെ കുറിച്ചും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഹംസത്തുൽ വസ്ൽ, വസ്ലിന്റെ ഹംസ. അപ്പൊ വസ്ലിന്റെ ഹംസയാകുന്നത് ഹംസത്തുൽ, അതൊരു ഹംസയാകുന്നു. അപ്പൊ വസ്ലിന്റെ ഹംസ എന്ന് പറഞ്ഞാൽ അതൊരു ഹംസയാകുന്നു. ഇപ്പോൾ ആദ്യമായി പറയുന്നത് ഹംസത്തുൽ വസ്ൽ, വസ്ലിന്റെ ഹംസയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതൊരു ഹംസയാകുന്നു. എങ്ങനത്തെ ഹംസയാകുന്നു? തുസാദു, അത് അധികരിക്കപ്പെടും. ആ ഹംസ അധികരിക്കപ്പെടും. ഫി അവ്വലിൽ കലിമത്തി, കലിമത്തിന്റെ തുടക്കത്തിൽ. അപ്പോ ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുതിയത് കലിമത്തിന്റെ തുടക്കത്തിൽ അധികരിച്ചു വരുന്ന ഹംസയാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയാം. പിന്നെ കലിമത്തിന്റെ തുടക്കത്തിൽ അധികമായി വരുന്ന ഹംസിനിക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയാം. അത് എന്തിനേക്കാണ് അധികമായി വരുന്നത്? ആ ഹംസ കൊണ്ട് ചേർക്കാൻ വേണ്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ഹംസ അധികമായി വരുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ഹംസ കൊണ്ട് ചേർക്കാൻ വേണ്ടി, ഹംസ കൊണ്ട് ചേർക്കാൻ വേണ്ടി. എന്തിലേക്ക് ചേർക്കാൻ വേണ്ടി? സാക്കിനായ ഒരു അക്ഷരത്തെ നുതുക്കിലേക്ക് ചേർക്കാൻ വേണ്ടി, സംസാരത്തെ ഒഴിയാൻ വേണ്ടി. അപ്പൊ സാക്കിനായ ഒരു ഹർഫ്, സാക്കിനായ ഒരു ഹർഫ്, ആ ഹർഫിനെ നുതുക്കിലേക്ക് ചേർക്കാൻ വേണ്ടി അഥവാ സംസാരിക്കാൻ വേണ്ടി, അതിനെ ഒഴിയാൻ വേണ്ടി അധികമായി തുടക്കത്തിൽ വരുന്ന ഹംസിനിക്കാണ് എന്ത് പറയുക? ഹംസത്തുൽ വസ്ൽ എന്ന് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ ഹംസത്തിന് അതൊരു ഹംസയാവുന്നു. തുസാദു, അത് അധികരിക്കപ്പെടും. എവിടെ അധികരിക്കപ്പെടും? ഫി അവ്വലിൽ കലിമത്തി, കലിമത്തിന്റെ തുടക്കത്തിൽ, പദങ്ങളുടെ തുടക്കത്തിൽ അധികമായി വരുന്ന ഹംസയാകുന്നു ഹംസത്തുൽ വസ്ൽ. അത് എന്തിനേക്കാണ് അധികമായി വരുന്നത്? അതുകൊണ്ട് ചേർക്കാൻ വേണ്ടി, ആ ഹംസ കൊണ്ട് ചേർക്കുന്നു. എന്തിനെ? സാക്കിനായ അക്ഷരത്തെ മൊഴിയുന്നതിലേക്ക്, അതിനെ ആ സാക്കിനായ അക്ഷരത്തെ മൊഴിയാൻ വേണ്ടി കലിമത്തിന്റെ തുടക്കത്തിൽ അധികമായി വരുന്ന ഹംസിനിക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുക. വഹിയ, ആ ഹംസത്തുൽ വസ്ൽ തസ്ബുതു ഫി ബദ്ഇൽ കലാം. മനസ്സിലായോ? അപ്പൊ ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാല് സാക്കിനായ ഒരു ഹർഫിനെ നുതുക്കിലേക്ക്, ആ സാക്കിനായ ഹർഫിനെ മൊഴിയാൻ വേണ്ടി സഹായകമായി കലിമത്തിന്റെ തുടക്കത്തിൽ ചേർക്കുന്ന അക്ഷരത്തിന്, ഹംസിനിക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയാം. അങ്ങനെയുള്ള ഹംസത്തുൽ വസ്ൽ തസ്ബുതു, അതെന്താകും? സ്ഥിരമാകും. അത് സ്ഥിരപ്പെടും. തസ്ബുതു, അത് സ്ഥിരപ്പെടും. ഫി ബദ്ഇൽ കലാം, കലാമിന്റെ തുടക്കത്തിൽ അത് സ്ഥിരപ്പെടും. വതസ്കുതു, അതിനെ ഒഴിവാക്കപ്പെടും. ഫി ദർജിഹി, ആ പദത്തെ, ആ ഹർഫിനെ കൂട്ടി വായിക്കുമ്പോൾ, ആ ഹർഫിനെ കൂട്ടി വായിക്കുമ്പോൾ ഹംസയെ കളയുകയും കലിമത്തിന്റെ തുടക്കത്തിൽ സ്ഥിരമായി വരികയും അതിനെ കൂട്ടി വായിക്കുമ്പോൾ കളയപ്പെടുകയും ചെയ്യുന്ന ഹംസിനിക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുക. മനസ്സിലായല്ലോ? അത് കലിമത്തിന്റെ തുടക്കത്തിൽ വരും. കലിമത്തിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്യും? ആ ഹംസ വരും.
പിന്നെ അതിനെയും അതിനെ മറ്റു മുമ്പുള്ള പദവും ശേഷമുള്ള പദവും കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ഹംസിനെ കളയുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോ കൂട്ടി വായിക്കാതെ ഈ കലിമത്ത് മാത്രം വായിക്കുകയാണെങ്കിൽ ആ ഹംസിനെ വായിക്കുകയും പിന്നെ അതിനെ മുമ്പിലെ കലിമത്തും ശേഷമുള്ള കലിമത്തും കൂട്ടി ഒരുമിച്ച് പറയുകയാണെങ്കിൽ അതിനെ കളയുകയും ചെയ്യും. മനസ്സിലായോ? ഉദാഹരണം നമുക്ക് നോക്കാം. അതെന്ത് ചെയ്യും? അതിനെ കളയുകയും ചെയ്യും. എപ്പോൾ ഫി ദർജിഹി ആ കലിമത്തിനെ ആ ഹർഫിനെ കൂട്ടി വായിക്കുകയാണ്, മുമ്പുള്ള അക്ഷരത്തെയും ശേഷമുള്ള അക്ഷരം രണ്ടും കൂട്ടി വായിക്കുകയാണെങ്കിൽ അതിനെ കളയുകയും ചെയ്യും. അങ്ങനെയുള്ള ഹംസിനെയാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയും. തകൂനു അത് ആവും ഫിൽ മാദി മാദി ഖുമാസിയായ മാദിയിൽ അത് ഉണ്ടാവും. വസുദാസി സുദാസിയായ മാദിയിലും ഉണ്ടാകും. വഅംരിഹിമ സുലാസിയുടെയും സുദാസിയുടെയും അംറിലും ഉണ്ടാകും. വമസ്ദരിഹിമ ആ സുദാസിയുടെയും ഖുമാസിയുടെയും മസ്ദറിലും ഉണ്ടാകും. വഅംരി സുലാസി സുലാസിയായ ഫിലിന്റെ അംറിലും ഏതുണ്ടാകും? ഹംസത്തുൽ വസ്ൽ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഹംസത്തുൽ വസ്ൽ ഉണ്ടാവുന്നത് ഖുമാസി സുദാസി ഇവയുടെ മാദിയിലും പിന്നെ അംറിലും പിന്നെ മസ്ദറിലും ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഇതിന്റെയൊക്കെ മസ്ദറിലൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പൊ ഈ രണ്ട് അങ്ങനെ 6 സ്ഥലമായി ഖുമാസിയുടെ മാദി, ഖുമാസിയുടെ മസ്ദർ, അംറ്, ഖുമാസിയുടെ മസ്ദർ, സുദാസിയുടെ മാദി, സുദാസിയുടെ അംറ്, സുദാസിയുടെ മസ്ദർ. പിന്നെ ഏതും അംറ് സുലാസി, സുലാസിയുടെ അംറിലും ഉണ്ടാവും. അങ്ങനെ ഹംസത്തുൽ വസ്ൽ ഉണ്ടാവുന്ന സ്ഥലം 7. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇനി ഹംസത്തുൽ ഖത്അ. അപ്പൊ ഹംസത്തുൽ വസ്ലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. കലിമത്തിന്റെ തുടക്കത്തിൽ വരികയും മറ്റൊരു കലിമത്തുമായി മറ്റൊരു ഹർഫുമായി കൂട്ടി വായിക്കുമ്പോൾ ഹംസയെ കളയുകയും ചെയ്യും. അങ്ങനെയുള്ള ഹർഫിനെയാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുക. ഇനി ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ തസ്ബുതു അത് സ്ഥിരമാവുക, അത് വരും. എവിടെ? ഈ ബദുൽ കലാമി കലാമിന്റെ തുടക്കത്തിൽ അത് വരികയും വദർജിഹി അതിനെ കൂട്ടി വായിക്കുമ്പോഴും എന്താകും? അത് സ്ഥിരപ്പെടും. മനസ്സിലായോ? അപ്പോ കലിമത്തിന്റെ തുടക്കത്തിൽ വരികയും അതിനെ കളയപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഹംസത്തുൽ വസ്ൽ എന്ന് പറയും. ഹംസത്തുൽ ഖത്അ എന്ന് പറഞ്ഞാൽ കലിമത്തിന്റെ തുടക്കത്തിൽ വരികയും പിന്നെ ദർജ് ആ പദത്തെ കൂട്ടി വായിക്കുകയാണെങ്കിലും അതിൽ അവിടെ സ്ഥിരപ്പെടും, സ്ഥിരമായി വരും. അങ്ങനെയുള്ള ഹംസിനെയാണ് ഹംസത്തുൽ ഖത്അ എന്ന് പറയും. മനസ്സിലാക്കുക? ഹംസിനെ അതിന് കളയപ്പെടുകയില്ല, മൊഴിയും. ഹംസത്തുൽ മാദി റുബായി മാദിയുടെ മാദിയായ റുബായിയായ ഫിഅൽ. മനസ്സിലാക്കുക? അതിന്റെ തുടക്കത്തിൽ വരുന്ന ഹംസ. റുബായിയായ ഫിഅലിന്റെ അംറി വമസ്ദരി റുബായിയുടെ മസ്ദറിലും അത് സ്ഥിരമാകും. കഹംസാത്തിൽ അസ്മായി ഇസ്മുകളിൽ വരുന്ന ഹംസുകൾ, വൽ ഹുറൂഫി ഹുറൂഫുകളിൽ വരുന്ന ഹംസുകൾ, മാഅദാ ബാദിൽ അസ്മായി ചില ഇസ്മു ഫിഅലുകളിൽ ഒഴിവായി വരുന്ന ചില ഇസ്മുകളിൽ നിന്ന് ഒഴിവായി വരും. മനസ്സിലായോ? ചില ഇസ്മുകളിൽ ഒഴിവായി വരുന്നത് അല്ലാതെയുള്ള ഹുറൂഫുകളിൽ വരുന്ന ഹംസുകൾ. എല്ലാ ഹുറൂഫുകളിലും ഉണ്ടാവില്ല, ചില ഇസ്മുകളിൽ എന്താകും? അത് ഒഴിവാകും. അല്ലിലും ഉണ്ടാകുന്ന ഹംസ് അതൊക്കെ എന്താണ്? ഹംസത്തുൽ ഖത്അ ആകുന്നു. മനസ്സിലായോ? ഈ അല്ലൊക്കെ എന്താകുന്നു? ഹംസത്തുൽ ഖത്അ ആകുന്നു. അപ്പൊ എന്താണ് ഹംസത്തുൽ ഖത്അ, ഹംസത്തുൽ വസ്ൽ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. സമിഅതു ദർസ ഫന്തബഹ്തു. മനസ്സിലായോ? സമിഅതു ദർസ സമിഅതു ദർസ ഫന്തബഹ്തു. അപ്പൊ ഇതാണ് ഏത്? ഹംസത്തുൽ വസ്ലിനുള്ള ഉദാഹരണം. സമിഅതു ദർസ പാഠം ഞാൻ കേട്ടു. ഫന്തബഹ്തു അപ്പൊ എന്ത് ചെയ്തു? ഉദാഹരണം സമിഅതു ഞാൻ കേട്ടു. അദ്ദർസ പാഠം ഞാൻ കേട്ടു. ഫന്തബഹ്തു ഫ പ്ലസ് ഇൻതബഹ എന്നതാണല്ലോ
ഫന്തബഹ്തു എന്ന് പറയാ. അപ്പോ ഇവിടെ ഫ എന്ന് നിർത്തി ഫന്തബഹ്തു എന്ന സമയത്തു ദർസ ഫ. പിന്നെ എന്താ പറയാ ഇൻതബഹ്തു. മനസ്സിലായോ? അപ്പൊ എന്താവും ഇവിടെ ഈ വരും, ഈ ഹംസ വരും. അപ്പൊ ഇതാണ് ഏത് വസ്ലിന്റെ ഹംസ. മനസ്സിലായോ? സമയത്തു ദർസ പാഠം ഞാൻ കേട്ടു, പിന്നെ എന്ത് ചെയ്തു ഫന്തബഹ്തു അതിനെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. മനസ്സിലായോ? ശ്രദ്ധിച്ചു, ശ്രദ്ധയുണ്ടായി. അപ്പൊ സമയത്തു ദർസ പാഠം ഞാൻ കേട്ടു, അതിനെ ഞാൻ നന്നായി ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പൊ ഈ ഫന്തബഹ്തു ഉദാഹരണം വസ്ലിൽ നിന്ന് ശരിക്ക് മനസ്സിലായിക്കോ, കൺഫ്യൂഷൻ ആവണ്ട. ഫന്തബഹ്തു എന്ന് പറയുമ്പോൾ ഈ ഹംസിനെ എന്തായിരുന്നു കളഞ്ഞു, ഫന്തബഹ്തു. മനസ്സിലായോ? ഫഇൻതബഹ്തു നമ്മൾ പറയില്ലല്ലോ. അപ്പൊ എന്താ പറയാ ഫന്തബഹ്തു. അപ്പൊ എന്താണ് അത് ഹംസത്തുൽ വസ്ലാകുന്നു, എഴുത്തിൽ ഇവിടെ സ്ഥിരമായി. മനസ്സിലായോ? എഴുത്തിൽ ഈ ഹംസ വന്നു, ഇൻതബഹ്തു എന്ന് ഇങ്ങനെ പറയുകയും ചെയ്യില്ല. മനസ്സിലായോ? ഫന്തബഹ്തു എന്ന് പറയുകയും ചെയ്യില്ല. ഇവിടെ എന്താകും ഹംസത്തുൽ വസ്ൽ എഴുത്തിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ എന്താണ് അതിനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ഹംസിനെ കളയുകയും ചെയ്യും. മനസ്സിലായോ? ഹംസത്തുൽ വസ്ൽ എഴുത്തിൽ ഉണ്ടാവുകയും അത് നമ്മൾ ആ അക്ഷരത്തെ കൂട്ടി വായിക്കാതെ വെറും ഇൻതബഹ്തു എന്ന് പറയുകയാണെങ്കിൽ ഫ ഇൻതബഹ്തു. മനസ്സിലായോ? ഫാനെ നമ്മൾ കൂട്ടി വായിക്കാതെ രണ്ടിനെയും വേർപെടുത്തി വായിക്കുകയാണെങ്കിൽ ഫ എന്ന് വായിക്കും, ഇൻതബഹ്തു എന്ന് വായിക്കും. ഇനി എന്താണ് ഈ മുമ്പിലത്തെ അക്ഷരവും ശേഷമുള്ള ഹർഫും തമ്മിൽ ശേഷമുള്ള കലിമത്തും തമ്മിൽ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ഹംസിനെ എന്താകും അവിടുന്ന് കളയും. അപ്പൊ എന്ത് വായിക്കും ഫന്തബഹ്തു. മനസ്സിലായോ? കൂട്ടി വായിക്കും. ഇവിടെ ഹംസ് ഉണ്ടാവുക ഇല്ല. അതാണ് ഏത് ഹംസത്തുൽ വസ്ലിനുള്ള ഉദാഹരണം. മനസ്സിലായോ? അപ്പോ ഹംസത്തുൽ വസ്ൽ സുദാസിയുടെയും പിന്നെ ഹുമാസിയുടെയും മാദിയായ ഫിഅല് പിന്നെ അംറ് ഫിഅല് അതിന്റെ മസ്ദർ. മനസ്സിലായോ? ഹുമാസിയായ സുദാസിയായ ഫിഅലുകളുടെ മാദിയിലും അംറിലും മസ്ദറിലും എന്താണ് വരിക? ഹംസത്തുൽ വസ്ലാണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ ഹംസത്തുൽ വസ്ൽ എന്ന് പറഞ്ഞാൽ എഴുത്തിൽ ഉണ്ടാവുകയോ കൂട്ടി വായിക്കുകയാണെങ്കിൽ, മനസ്സിലായോ? ഇവിടെ കൂട്ടി വായിച്ചാൽ എന്താകും ഈ ഹംസ് ഉണ്ടാവുകയില്ല, പക്ഷെ എഴുത്തിൽ അത് സ്ഥിരപ്പെടും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ അതാണ് ഹംസത്തുൽ വസ്ൽ. അപ്പൊ സമയത്തു ദർസ പാഠം ഞാൻ കേട്ടു, ഫന്തബഹ്തു അതിനെ ഞാൻ എന്ത് ചെയ്യും ശ്രദ്ധിക്കുകയുണ്ടായി. മനസ്സിലായോ? അതിനെ ഞാൻ നല്ല നല്ല രീതിയിൽ ശ്രദ്ധിച്ചു. ഇനി ഇൻതബഹ്തു ഇൻതബഹ്തു ദർസ. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇവിടെ ഈ ഹംസിനെ എന്താണ് നമ്മൾ മൊഴിയും, ഹംസിനെ നമ്മൾ മൊഴിയും ഉച്ചരിക്കും. കാരണം എന്താ? മുമ്പുള്ള ഒരു കലിമത്ത് ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്താകുന്നില്ല അതിനെ മറ്റൊന്നിനെ കൂട്ടി വായിക്കുന്നില്ല. മനസ്സിലായി? ദർച്ച് അവിടെ നടക്കുന്നില്ല. മനസ്സിലായി? ആ ഒരു കാരണത്താല് ഈ ഹംസിനെ എന്താകും മുത്തക്ക് നടക്കും, ഉച്ചരിക്കും. അപ്പൊ ഇവിടെ ഇൻതബഹ്തു ഞാൻ എന്ത് ചെയ്യും അതിനെ മനസ്സിലാക്കി. മനസ്സിലായോ? ആ പാഠത്തെ ഇൻതബഹ്തു ദർസ പാഠം ഞാൻ കേട്ടു, മനസ്സിലാക്കി. അപ്പൊ എന്താകും ഇവിടെ ഈ ഹംസ് ഉച്ചരിക്കുന്നു. ഇനി എന്താണ് ഫന്തബഹ്തു എന്നാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മുമ്പിൽ ഒരു ജുംലയുമായി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ഹംസ് ഉണ്ടാവുകയും ഇല്ല. മനസ്സിലായോ? ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ഹംസത്തുൽ വസ്ൽ. അപ്പൊ സമയത്തു ദർസ ഫന്തബഹ്തു. ഇനി ഇൻതബഹ്തു ദർസ അവിടെ ഇൻതബഹ്തു എന്നാണ് വായിച്ചത്. ഇവിടെ ഈ ഹംസിനെ നമ്മൾ ഉച്ചരിച്ചു, ഇൻതബഹ്തു ദർസ, ഇൻതബഹ്തു ദർസ. ഇനി ജറബതു സ്വദീഖ ഞാൻ എന്ത് ചെയ്തു ചങ്ങാതിയെ പരിശോധിച്ചു, വഖ്തബർതുഹു അവനെ ഞാൻ എന്ത് ചെയ്തു ഉള്ളതുപോലെ മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ജറബതു സ്വദീഖ ചങ്ങാതിയെ ഞാൻ ഒന്ന് പരിശോധിച്ചു, എന്നിട്ട് വഖ്തബർതുഹു അവനെ ഞാൻ എന്ത് ചെയ്തു അവൻ എങ്ങനെയാണോ അതുപോലെ ഞാൻ അവനെ മനസ്സിലാക്കി. മനസ്സിലായോ? അപ്പൊ വഖ്തബർതു വഖ്തബറ എല്ലാ ഉദാഹരണം ഞാൻ എഴുതുന്നില്ല, സമയം കൂടും. അതുകൊണ്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ മാത്രം മനസ്സിലാവാൻ വേണ്ടി ആദ്യം കുറച്ച് മാത്രമേ എഴുതുന്നുള്ളൂ. വഖ്തബർതു. മനസ്സിലായോ? എന്താണല്ലോ അതിന്റെ മാതിയായിട്ടുള്ള എന്നാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു ഈ വാവുമായി ഇഖ്തബറ എന്ന ഫിഅലിനെ നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഈ ഹംസിനെ അവിടുന്ന് കളയും. അപ്പൊ എന്ത് വായിക്കും? ഇഖ്തബറ വായിക്കുമോ? ഇല്ല.
വഖ്തബറ. മനസ്സിലായോ? അപ്പോൾ ഈ സുക്കൂനിനെ മൊഴിയാൻ വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന അക്ഷരമാകുന്നു ഈ ഹംസത്തുൽ വസ്ൽ. എന്താണ്? അധികമായി വരുന്നതാകുന്നു. മനസ്സിലാവുന്നല്ലോ? ഇഖ്തബറ. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ സുക്കൂനിനെ മൊഴിയാൻ വേണ്ടി ഇവിടെ കൂട്ടിക്കൊടുക്കുന്ന അക്ഷരമാകുന്നു ഇഖ്തബറ ഈ ഹംസ. അപ്പൊ എന്താണ്? ഇവിടെ ആദ്യ സുക്കൂനല്ലേ വരുന്നത്, കൂട്ടി വായിക്കൂടെ അർത്ഥത്താണ് വരുന്നത്. അപ്പൊ എന്താണ്? ഇവിടെയുള്ള ഹംസിനെ കളയുന്നു. ഓക്കെ, വഖ്തബർത്തു. പിന്നെ ഇഖ്തബർത്തു സ്വദീഖ, ഞാൻ എന്ത് ചെയ്തു? ചങ്ങാതിയെ ഉള്ളതുപോലെ മനസ്സിലാക്കി. അവൻ എങ്ങനെയാണോ അതുപോലെ ഞാൻ ചങ്ങാതിയെ മനസ്സിലാക്കി. അപ്പൊ എന്താണ്? അത് കൂട്ടി വായിക്കുമ്പോൾ ആ ഹംസത്തുൽ വസ്ൽ കളയുകയും ഇനി അതിനെ വേർപെടുത്തി വായിക്കുകയാണ് ആ ഹംസത്തുൽ വസ്ലിനെ ഉച്ചരിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ജറബത്തു സ്വദീഖ വ ഇഖ്തബർത്തു. മനസ്സിലായോ? അതായത് വ ഇഖ്തബർത്തു എന്ന് വായിക്കില്ല, വഖ്തബർത്തു എന്നേ വായിക്കൂ. ഇനി വൈദാ സമിഅത ദർസ, നീ പാഠം കേൾക്കുകയാണെങ്കിൽ ഫന്തബിഹ്, നീ അതിനെ ശ്രദ്ധിച്ച് കേൾക്കും. നീ പാഠം കേൾക്കുകയാണെങ്കിൽ, ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കൂ പാഠങ്ങളെ. ഇൻതബിഹ് ലിദർസി, മനസ്സിലായോ? പാഠം നന്നായി ശ്രദ്ധിച്ചു കേൾക്കൂ. അപ്പൊ ഫന്തബിഹ് എന്നത് എന്ത് ചെയ്തു? ഫന്തബിഹ്. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ കൂട്ടി വായിക്കുന്നു. ഫന്തബിഹ്. പിന്നെ അത് നമ്മൾ വേർപെടുത്തി എഴുതുകയാണെങ്കിൽ ഇൻതബിഹ്. മനസ്സിലായോ? എന്ത് ചെയ്യും? ഹംസത്തുൽ വസ്ൽ ചേർത്ത് വായിക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഹംസത്തുൽ വസ്ൽ. ഇനി ഇതാ സ്വാദകത, നീ ഒരു കൂട്ടുകാരനുമായി ചങ്ങാത്തം കൂടുകയാണെങ്കിൽ ഫഖ്തബിർ, എന്ത് ചെയ്തു? അവനെ നന്നായി മനസ്സിലാക്കിക്കോ. അവൻ എങ്ങനെയാണോ അതുപോലെ നീ അവനെ മനസ്സിലാക്കിക്കോ. ഇനി ഇഖ്തബിർ ലിസ്വദീഖ, ഇഖ്തബിർ സ്വദീഖ, ഇഖ്തബിർ എന്ന് വെച്ചു. നേരത്തെ എന്താ പറഞ്ഞത്? ഫഖ്തബിർ. മനസ്സിലായോ? ഫഖ് ആ ഹംസ അവിടെ കളഞ്ഞു. അപ്പൊ ഇഖ്തബിർ സ്വദീഖ, നീ നിന്റെ ചങ്ങാതിയെ നന്നായി മനസ്സിലാക്കിക്കോ. സുരിർത്തു മിൻ ഇന്തിബാദിക, സുരിർത്തു ഞാൻ സന്തോഷിച്ചു. മിൻ ഇന്തിബാദിക, നിന്റെ ശ്രദ്ധ കാരണം ഞാൻ നന്നായി സന്തോഷിച്ചു. അപ്പോ മിൻ എന്താണ്? മിൻ ഇന്തിബാദിക, മിൻ ഇന്തിബാദിക. മനസ്സിലായോ? മിൻ ഇന്തിബാദിക. അവിടെ ആ ഹംസിനെ കളഞ്ഞു. സുരിർത്തു മിൻ ഇന്തിബാദിക, മിൻ ഇന്തിബാദിക, ആ ഹംസിനെ അവിടെ കളഞ്ഞു. ഇന്തിബാഹുക യസുനി, നിന്റെ ഈ ശ്രദ്ധിച്ച് കേൾക്കൽ എന്നെ നന്നായി സന്തോഷിപ്പിക്കുന്നുണ്ട്. യുറഫു സ്വദീഖു, ഒരു ചങ്ങാതി അറിയപ്പെടുന്നു. ബിൽ ഇഖ്തിബാരി, ബിൽ ഇഖ്തിബാരി. മനസ്സിലായോ? ബിൽ ഇഖ്തിബാരി. അപ്പോ അവിടെ എന്ത് ചെയ്തു? ആ ഹംസത്തുൽ വസ്ലിനെ അവിടെ കളഞ്ഞു. മനസ്സിലായോ? ബിൽ ഇഖ്തിബാർ. പിന്നെ ഇഖ്തിബാർ സ്വദീഖ്, ഉള്ളതുപോലെ ചങ്ങാതിയെ മനസ്സിലാക്കൽ. മിനൽ അസ്മി, ഒരു മനക്കരുത്താണ്. എന്റെ ചങ്ങാതിയെ ഞാൻ നന്നായി മനസ്സിലാക്കിയാൽ അതെന്താണ്? എനിക്കൊരു മനക്കരുത്താണ്. അവൻ എന്നെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ ഹംസത്തുൽ വസ്ലിൽ എന്തിലുള്ള ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? ഹുമാസിയിലെ, ഇവിടെ നമ്മൾ ഹുമാസിയിലെ ഹുമാസിയായ ഫിഅലിന്റെ അംർ പറഞ്ഞു, മസ്ദർ പറഞ്ഞു, മാദി പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഹുമാസിയിലെ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? 3 പറഞ്ഞു തീർന്നു. ഏതൊക്കെയാണത്? മാദി പറഞ്ഞു, അംർ പറഞ്ഞു, മസ്ദറും പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? ഇൻതബത്തു വഖ്തബർത്തു. മനസ്സിലായോ? വഖ്തബിർ, ഇഖ്തിബാർ, ഇന്തിബാർ. മനസ്സിലായോ? ഇങ്ങനെ മസ്ദറൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സുദാസി ആവും. സുദാസി, സുദാസിയിൽ എന്തൊക്കെയുണ്ട്? അംറുണ്ട്, മസ്ദറുണ്ട്, മാദിയുണ്ട്. ഓക്കെ. ഇനി മനിസ്തംസക് ബിൽ ഹഖി ഫാസ്, മനിസ്തംസക്, ആരെങ്കിലും മുറുകെ പിടിച്ചാൽ. മനസ്സിലായോ? മനിസ്തംസക്, മൻ ഇസ്തംസക എന്നാണ് ഫിഅൽ. മനസ്സിലായോ? മൻ ഇസ് ത മ സ ക. മനസ്സിലായോ? അപ്പൊ ഇസ്തംസക എന്നതാണ് മാദിയായ സുദാസിയായ ഫിഅൽ. മനസ്സിലായല്ലോ?
ഈ ഫിയലിനെ എന്ത് ചെയ്യും? മൻ കൊണ്ട് നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ മനിസ്തംസക്. മനസ്സിലായോ? മനിസ്തംസക്. ആരെങ്കിലും മുറുകെ പിടിച്ചാൽ എന്തിനെ? ബിൽ ഹക്കി, സത്യത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഫാസ, അവൻ വിജയിച്ചു. നേരായ മാർഗം ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഫാസ, അവൻ വിജയിച്ചിരിക്കുന്നു. അപ്പൊ മനിസ്തംസക്. അപ്പൊ ഇവിടെ കളഞ്ഞു. ഇനി എന്താണ്? ഇസ്തംസക്തു ബിൽ ഹക്കി. ഇസ്തംസക്തു, മനസ്സിലായോ? ഇസ്തംസക്തു. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ എന്ത് വായിക്കുന്നു? ഇസ്തംസക്തു എന്ന് വായിക്കുന്നു. ഇവിടെ ഹംസിനെ നമ്മൾ ഉച്ചരിക്കുന്നു. പറഞ്ഞത് വേറുമായി കൂട്ടി വായിക്കുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഹംസിനെ വായിക്കുന്നു. ഇസ്തംസക്തു ബിൽ ഹക്കി. അപ്പൊ സത്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? മുറുകെ പിടിച്ചു. ഇസ്തംസക്തു. മനസ്സിലായോ? ഇനി അലിംതു ബി ജനാബി നജാഹി. അലിംതു, ഞാൻ മനസ്സിലാക്കി, അറിഞ്ഞു. ബി നജാഹി, എന്റെ വിജയം ഞാൻ അറിഞ്ഞു. ഞാൻ വിജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഫസ്തബ്ശറതു, ഞാൻ സന്തോഷിച്ചു. ഫസ്തബ്ശറതു, ഇസ്തബ്ശറ, മനസ്സിലായോ? ആ ഹംസയുടെ വായിക്കുന്നു. പക്ഷെ അതിനെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഫസ്തബ്ശറതു. മനസ്സിലായോ? ഫസ്തബ്ശറതു എന്ന് ഞാൻ സന്തോഷിച്ചു. ഞാൻ എന്റെ വിജയം അറിഞ്ഞപ്പോൾ ഫസ്തബ്ശറതു, ഞാൻ വഫാ എന്നത് വന്നപ്പോൾ കൂട്ടി വായിക്കുന്നു. ഫസ്, മനസ്സിലായോ? അപ്പൊ ഹംസത്ത് അവിടെ കളയുന്നു. ഇനി ഇസ്തബ്ശറതു ബി നജാഹി, എന്റെ വിജയം കൊണ്ട് ഞാൻ സന്തോഷിച്ചു, ആനന്ദിച്ചു. ഇസ്തബ്ശറതു. ഖുലിൽ ഹഖ, സത്യത്തെ നീ പറയുന്നു. എന്നിട്ട് വസ്തംസിക് ബി, ആ സത്യം നീ മുറുകെ പിടിക്കുകയും ചെയ്യും. ഖുലിൽ ഹഖ, സത്യം പറയുന്നു. എന്നിട്ട് വസ്തംസിക് ബി, ആ സത്യത്തെ നീ മുറുകെ പിടിച്ചു. വസ്തംസിക്, മനസ്സിലായോ? ഇനി ഇസ്തംസിക് ബിൽ ഹഖി. ഇസ്തംസിക് ബിൽ ഹഖി. വലാ തൈഅസ് വസ്തബ്ശിർ, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. വസ്തബ്ശിർ, എന്ത് ചെയ്യൂ? സന്തോഷിച്ചിരിക്കും. മനസ്സിലാവുന്നല്ലോ? വലാ തൈഅസ്, നീ നിരാശനാവേണ്ട. വസ്തബ്ശിർ, നീ സന്തുഷ്ടവാനാകൂ. ഇസ്തബ്ശിർ, നീ സന്തോഷവാനാകൂ. വലാ തൈഅസ്, നീ നിരാശനാവരുത്. അപ്പൊ ഇവിടേക്ക് എന്താകുന്നു? ഹംസത്തുൽ വസ്ൽ ഉണ്ടാവുന്നു. പക്ഷെ എന്താണ്? ഹംസത്തുൽ വസ്ൽ കളയപ്പെടൽ എപ്പോഴേ നടക്കുന്നുള്ളൂ? കളയപ്പെടൽ മുമ്പുള്ള കലിമത്തുമായി കൂട്ടി വായിക്കുകയാണെങ്കിൽ വസ്തബ്ശർ, മനസ്സിലായോ? പിന്നെ വസ്തംസിക്, ഇവിടേക്ക് എന്താകുന്നു? ആ ഹംസിനെ കളയപ്പെടുന്നു. പിന്നെ എന്ത് പറയുന്നു? ഇസ്തംസക്തു, അതൊക്കെ കൂട്ടി വായിക്കുന്നില്ല. ആ ഒരു കാരണം കൊണ്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഉച്ചരിക്കുകയും ചെയ്യുന്നു. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ മാത്രമേ ഹംസത്തുൽ വസ്ൽ കളയപ്പെടുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? കൂട്ടി വായിക്കുമ്പോൾ മാത്രമേ ഹംസത്തുൽ വസ്ൽ കളയപ്പെടൂ. ആ ഹംസത്തുൽ വസ്ൽ കൊണ്ട് തുടങ്ങുന്ന പദമാണ് നമ്മൾ ഉച്ചരിക്കുന്നെങ്കിൽ അതിനെന്താണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നു. ഇസ്തംസക്തു, ഇസ്തംസക്തു എന്ന് പറയുന്നു. ആ ഇസ്തംസക്ക എന്ന ഫീൽ എന്താവുന്നു? മൻ എന്നതിന് ശേഷം വന്നതിനെ കൂട്ടി വായിക്കുകയും മനിസ്തംസക, മനിസ്തംസക, ആ ഹംസിനെ കളയുന്നു. ഇനി ആ ഫിയൽ കൊണ്ട് മാത്രം, ആ ഫിയൽ മാത്രമാണ് വന്നത്. ഇസ്തംസക്തു ബിൽ ഹഖി എന്നാണെങ്കിൽ എന്താണ്? ആ ഹംസിനെ വായിക്കുകയും ചെയ്യുന്നു. അപ്പൊ കൂട്ടി വായിക്കുമ്പോൾ ഒഴിവായി പോവുകയും പിന്നെ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഹംസിനെക്കാണ് ഹംസത്തുൽ വസ്ൽ എന്ന് പറയുന്നത്. ഇനി ലാ ശൈഅ, ഒരു വസ്തുവുമില്ല. ഒരു മനുഷ്യൻ സത്യം മുറുകെ പിടിക്കുന്നത് പോലെ ഒരു വസ്തുവുമില്ല. ഇത്രത്തോളം നല്ലൊരു വസ്തു വേറെയില്ല. ഏറ്റവും നല്ല വസ്തു എന്നാണ് മനുഷ്യൻ സത്യത്തെ ഉണ്ടാവുക, ഒരു സത്യത്തെ മുറുകെ പിടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതുപോലെ ഒരു പരിപാടി വേറെയില്ല. അപ്പൊ ഇവിടെ എന്താണ്? നമ്മുടെ കസ്റ്റിൻ സാക്കി, മനസ്സിലായോ? അവിടെ സുദാസിയുടെ മസ്തർ വന്നു. കസ്റ്റിൻ സാക്കി, ഇസ്തിംസാക്ക് എന്ന് ഉച്ചരിക്കുകയാണെങ്കിൽ ആ ഇസ്തിംസാക്ക് എന്ന് മാത്രമാണെങ്കിൽ ആ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കുകയും ഇനി ക എന്ന ഹർഫിനോട് കൂട്ടി വായിക്കുകയാണെങ്കിൽ കസ്തിംസാക്ക്. മനസ്സിലായോ? ഇസ്തിംസാക്കുക ബിൽ ഹഖി ഫളീലത്തു, നീ സത്യത്തെ മുറുകെ പിടിക്കൽ എന്താവുന്നു? ശ്രേഷ്ഠതയുള്ളതാകുന്നു. ആഴ്ചനി എന്നെ സന്തോഷിക്കുന്നു, അത്ഭുതപ്പെടുത്തുന്നു. എന്റെ ഇസ്തിബ്ശാറുക, നിന്റെ ആ സന്തോഷം, നിന്റെ സന്തോഷം എന്താവുന്നു? നന്നായി അത്ഭുതപ്പെടുത്തുന്നു. അപ്പൊ മസ്ദർ വന്നു. ഇസ്തിബ്ശാറുക അജബനി, ഇസ്തിബ്ശാറുക, മനസ്സിലായോ? മസ്ദർ വന്നു. അപ്പൊ അവിടെ ഹംസത്തുൽ വസ്ൽ ഉച്ചരിക്കുകയും ചെയ്തു. ഇസ്തിബ്ശാറുക. ഇനി ഇദാ അലിംത, നീ അറിയുകയാണ്. ഫഅമൽ ബിഅമലിക,
അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മള് സുദാസിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. സുദാസിയുടെ അമ്രിനെ കുറിച്ച് പറഞ്ഞു, മസ്ദറിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ പിന്നെ മാലിയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ സുദാസിയെ കുറിച്ചും ഹുമാസിയെ കുറിച്ചൊക്കെ നമ്മള് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളതാണ് സുലാസിയായ ഫിഅലിന്റെ അംറു സുലാസി എന്ന് പറഞ്ഞിരുന്നു. അതിലെ ഹംദിരിയും ഉണ്ടാവും, അവിടുന്ന് അളയും. അപ്പൊ ഇതാ അലിംത, നീ അറിഞ്ഞാൽ ഫഅമൽ ഫഅമൽ, മനസ്സിലായോ? അപ്പൊ ഇതാ അലിംത, നീ അറിഞ്ഞാൽ, എന്തെങ്കിലും ഇതാ അലിംത നീ പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? ഫഅമൽ, നീ അതുകൊണ്ട് അമൽ ചെയ്യും. മനസ്സിലായോ? മനസ്സിലായോ? ഫഅമൽ, നീ അമൽ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ ഹംസത്തെ വസ്തുതയെ പറ്റി നമ്മൾ ഉച്ചരിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഇഅമൽ, അംറു ഫീൽ എന്താന്ന് വെച്ചാൽ പറയുന്നത് ഇഅമൽ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ കുട്ടി വായിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇഅമൽ എന്തായി? ഹംസത്തെ വസ്തുതയെ നമ്മൾ ഉച്ചരിക്കുന്നു. ഇവിടെ കുട്ടി വായിക്കുമ്പോൾ അതിനെ കളയുന്നു, ഉച്ചരിക്കുന്നില്ല. മനസ്സിലായോ? ഇതാരും തനി എന്തെങ്കിലും പഠിച്ചാൽ ഫഅമൽ ബിഇൽമിക, നീന്റെ ഇൽമു കൊണ്ട് എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഇഅമൽ ബിഇൽമിക, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി തഖബ്ബൽ അൽ മഅറൂഫ, നല്ല കാര്യത്തെ നീ സ്വീകരിക്കും. എന്നിട്ട് വഷ്കുർ, നീ എന്ത് ചെയ്യും? അതിന് നന്ദി ചെയ്യും. അപ്പൊ വഷ്കുർ അപ്പൊ ഹംസത്തുൽ വസ്ലിനെ അവിടെ കളയും. ഇനി ഉഷ്കുർ, നീ എന്ത് ചെയ്യും? ഉഷ്കുർ, ഹംസത്തുൽ വസ്ലിനെ അവിടെ ഉച്ചരിച്ചു. ഉഷ്കുർ, നീ നന്ദി പ്രകടിപ്പിക്കൂ. മൻ സമിഅൽ മഅറൂഫ്, നിനക്കാരെങ്കിലും നന്മ ചെയ്താൽ നീ അവരോട് നന്ദി പറയൂ. തനാസ ശബ, തെറ്റായ കാര്യങ്ങളെ നീ മറക്കൂ. വദ്കുരിൽ ഖൈറ, നല്ല നല്ല കാര്യങ്ങളെ നീ ഓർക്കൂ. വദ്കുർ, വദ്കുർ. അപ്പൊ എന്ത് ചെയ്തു? അവിടെ ആ ഹംസത്തുൽ വസ്ലിനെ കളഞ്ഞു. ഇനി ഉദ്കുരിൽ ഖൈറ, അവിടെ എന്ത് ചെയ്യും? ഉച്ചരിച്ചു. കാരണം കൂട്ടി വായിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഹംസത്തുൽ വസ്ലി, ഹംസത്തുൽ ഖഫീനെ കുറിച്ച് ആകെ മനസ്സിലാക്കാനുള്ള എന്താണ്? ഹംസത്തുൽ വസ്ലി എന്ന് പറഞ്ഞാൽ അതെന്താവുന്നു? കൂട്ടി കലാമിന്റെ തുടക്കത്തിൽ വരുന്നതാകുന്നു. സായിദായ ഹംസിനിക്കാണ് ഹംസത്തുൽ വസ്ലി എന്ന് പറയും. ആ ഹംസത്തുൽ വസ്ലി എന്താവുന്നു? മറ്റൊരു മുമ്പിലേത്തെ ജുംലയുമായി മുന്നേ ഉള്ള മൻ എന്നതോ അല്ലെങ്കിൽ മറ്റു ഫിഅലുകളോ മറ്റ് ഏതെങ്കിലും ഹർഫുകളൊക്കെ വന്ന് അതിനെ ഉണ്ടാക്കുകയാണെങ്കിൽ, ഇതുമായി കൂട്ടി വായിക്കുകയാണെങ്കിൽ അതിനെ ഉച്ചരിക്കുകയില്ല. മനസ്സിലായോ? ഇനി അതെന്താണ്? ഒറ്റയ്ക്ക് വന്നതാണ്. ഇസ്തിൻസാഖ്, ഉദാഹരണം ഇസ്തിൻസാഖ്, എന്ത് ചെയ്യുന്നു? അത് ഉച്ചരിക്കുന്നു. ഇനി ക എന്ന ഹർഫ് വന്നു, അപ്പൊ എന്ത് ചെയ്യുന്നു? കസ്തിൻസാഖ്. മനസ്സിലായോ? അപ്പൊ ആ ക എന്ന് ചേർത്ത് വന്നപ്പോൾ അതിനെ ഉച്ചരിക്കുകയും ചെയ്യില്ല. ഇനി ആ വെറും ഒറ്റക്കാണ് വന്നത് എങ്കിൽ അതിനെ നമ്മൾ വായിക്കുകയും ചെയ്യും. ഇസ്തിൻസാഖ് എന്ന് വായിക്കുകയും ചെയ്യും. അപ്പൊ കത്തിനെ കുറിച്ച് സംസാരമില്ല. എവിടെ കത്ത് വന്നോ അതിനെ അവിടെ സ്ഥിരപ്പെടുകയും ഇതിനെ ഉച്ചരിക്കുകയും ചെയ്യും. ഒരിക്കലും കത്തിനെ കളയപ്പെടില്ല, ഇപ്പോഴും ഉച്ചരിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പോ ഇത്രയും ഭാഗമാണ് ഹംസത്തുൽ വസ്ലി വൽ ഖത്തയിൽ പഠിക്കാനുള്ളത്. എവിടേക്കാണെന്ന് വരുന്നതെന്ന് അത് പഠിച്ചു വെക്കുക. മനസ്സിലായോ? ഹംസത്തുൽ വസ്ലി വരുന്ന സ്ഥലങ്ങളിൽ ഹുമാസിയായ സുദാസിയായ ഫിഅലുകളുടെ മാലി, മുലാരി, അംറ്, മാലി, മസ്ദർ, അംറ്. മാലിയിലും മസ്ദറിലും അംറിലും എന്തൊക്കെ വരും? ഹംസത്തുൽ വസ്ലി വരും. എന്നിവയൊക്കെ ഹുമാസിയായ അല്ലെങ്കിൽ സുദാസിയായ ഫിഅലുകളുടെ മാലി, അംറ്, മസ്ദർ ഇവകളുടെ തുടക്കത്തിൽ. പിന്നെ സുലാസിയായ ഫിഅലിന്റെ അംറിൽ. മനസ്സിലായോ? ഇവയൊക്കെ വരുന്നതാണ് ഹംസത്തുൽ വസ്ലി. ഇനി ഹംസത്തുൽ ഖത്ത് വരുന്നത് റുബായിയുടെ മാലി, റുബായിയായ ഫിഅലിന്റെ മാലിയിൽ ഹംസത്തുൽ ഖത്ത് ആണ് ഉണ്ടാവുക. അവിടെ അത് ഉച്ചരിക്കും. പിന്നെ അതിന്റെ റുബായിയായ അംറിൽ, റുബായിയുടെ മസ്ദർ. പിന്നെ ഹംസാത്തിൽ അസ്മാഇ വൽ ഹുറൂഫ്, ഹർഫുകളുടെയും ഇസ്മുകളുടെയും തുടക്കത്തിൽ വരുന്ന ഹംസകൾ. മനസ്സിലായോ? ഇവയൊക്കെ എന്താവുന്നു? ഹംസത്തുൽ ഖത്തുകളാവുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. എന്തെങ്കിലും സംശയം ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.